3 വർഷം മുമ്പ് നടന്ന ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത്. അവർ ഹണിമൂണിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും ഇപ്പോഴാകട്ടെ ഹെയ്നും അവനെയും കൂട്ടിക്കൊണ്ടൊരു സെമിത്തേരി ഒക്കെ കാണുവാനായിട്ട് പോയിരിക്കുകയാണ്. മൗണ്ടന്റെ മുകളിലൊക്കെ ആണല്ലോ സാധാരണയായിട്ട് ഡെഡ് ബോഡീസ് ഒക്കെ അടക്കാറുള്ളത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡെഡ് ബോഡീസ് അടക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് അവൾ പറയുന്നത്. ഒരു പ്രായം ചെന്ന വ്യക്തിയൊക്കെ വൈഫിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുന്നതൊക്കെ അവളും കാണുകയാണ്. പക്ഷെ ഹിനുവു നോക്കുമ്പോഴത്തേക്കും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു സീനൊക്കെ ശരിക്കും പ്രാധാന്യമുള്ളത് ഡ്രാമ തീരുന്ന സമയത്താണ്. എല്ലാ ദിവസവും മരിച്ച വൈഫിനെ കാണുവാനായിട്ട് പൂക്കളുമായിട്ട് വരുന്ന ഹസ്ബൻഡിനെയൊക്കെ നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലത്തെ ഒരാളായിരുന്നു അതേന്ന് ഹെയ്നു ഹിനുവിനോട് പറയുന്നു. ഞാൻ എന്തായാലും അങ്ങനെ ഒരാൾ ആയിരിക്കുകയില്ല. നീ മരിക്കുന്നതിന്റെ പിറ്റേ ദിവസം തന്നെ നിന്റെ ഒപ്പം മടങ്ങി വരുവാനായിട്ടും ഞാൻ തയ്യാറാണെന്നൊക്കെ ഹിനുവും അവളോട് പറയുന്നു. പിന്നീട് അവർ ഒന്നിച്ചുള്ള ഒരുപാട് നിമിഷങ്ങളൊക്കെ കാണിക്കുകയാണ്. ഈ ഒരു നിമിഷങ്ങളിലെല്ലാം തന്നെ നീ എന്റെ ഒപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്കും വേദനകളൊക്കെ കുറഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്യൂച്ചർ എന്താണെന്നൊന്നും നമുക്ക് അറിയുകയില്ലെങ്കിൽ പോലും ഈ ഒരു മെമ്മറീസ് എല്ലാമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആ ഒരു സീനൊക്കെ കട്ടായതിനു ശേഷം ഇപ്പോൾ ഹെയ്നെ ഹിനുവിനെയും കാണിക്കുകയാണ്. ഹെയ്ന്റെ സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹെയ്ന് ഓർമ്മകൾ നഷ്ടപ്പെടുമെന്ന കാര്യമൊക്കെ ഹ്യുനുവു പറയുമ്പോഴാകട്ടെ ഈ ഒരു സർജറി ഒന്നും തനിക്ക് ആവശ്യമില്ല എന്നും സർജറി ഒക്കെ നടക്കുവാനായിട്ട് പോയതെല്ലാം തന്നെ ഒരു സ്വപ്നമായിട്ട് കണ്ടോളാമെന്നും പറഞ്ഞ് ഹെയ്നും അവിടെ നിന്ന് പോകുവാനായിട്ടൊക്കെ നോക്കുന്നു. നീ ജീവിച്ചിരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്, ദയവ് ചെയ്ത് ജീവിച്ചിരിക്കാമോ എന്നൊക്കെ അവൻ കരഞ്ഞുകൊണ്ട് അവളോട് പറയുന്നുണ്ടെങ്കിലും അവളും അതൊന്നും കേൾക്കുവാനായിട്ട് പോലും തയ്യാറായിരുന്നില്ല. ബ്രോക്കറുടെ ഡെഡ് ബോഡിയൊക്കെ കിട്ടിയ സ്ഥലത്ത് നിന്നും പോലീസിനും കുറച്ച് തെളിവുകളൊക്കെ കിട്ടുന്നു. ഉൺസിംഗ് ജർമ്മനിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഉൺസിംഗിനെ അമ്മ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് സ്യൂൽഹിയും അവനോട് മരിക്കാൻ പോകുന്ന ഒരു പെണ്ണിന്റെ പിറകെ എന്തിനാണ് നീ പോകുന്നത്? ഹെയ്നും ജർമ്മനിയിലല്ലേ ഉള്ളത്, അവളുടെ ഒപ്പം ഹ്യുനുവും ഉണ്ട്. നിന്റെ ഒരു ആവശ്യവും അവർക്ക് ഇല്ല എന്നൊക്കെ അവനോട് പറയുന്നുണ്ടെങ്കിൽ പോലും അവൾ മരിക്കുവാനായിട്ടൊന്നും പോകുകയല്ല. ഈ ഒരു സർജറി ഒക്കെ കഴിയുമ്പോഴത്തേക്കും അവളുടെ മോശപ്പെട്ട എല്ലാ ഓർമ്മകളും നഷ്ടപ്പെടുന്നതായിരിക്കും. എനിക്കും മറ്റൊരു അവസരം അതിൽ നിന്ന് ലഭിക്കും. ഞങ്ങളും പുതിയൊരു ജീവിതമൊക്കെ തുടങ്ങാനായിട്ട് പോകുകയാണെന്ന് ഊൺസിംഗും അമ്മയോട് പറയുന്നു. എന്റെ അങ്കിളും കമ്പനിയൊക്കെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഈ ഒരു സമയത്ത് നീ എന്റെ കൂടെ വേണമെന്നൊക്കെ അമ്മ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഹെയ്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിലാണ് അവനും മുന്നോട്ടൊക്കെ പോകുന്നത്. അവൻ സ്യോൽഹിനെ ഉപേക്ഷിച്ചു പോകുകയാണെങ്കിൽ പോലും സ്യോൽഹിയും അവനെ സഹായിക്കാമെന്നൊക്കെ തീരുമാനിക്കുന്നു. ഓൺസെങ് ഇപ്പോൾ ജർമ്മനിയിലേക്കൊക്കെ പോയിരിക്കുകയാണ്. ഹ്യുനുവോ ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ഹെയ്നും ഉറങ്ങുന്ന കാഴ്ചയൊക്കെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പള്ളിയിലേക്കൊക്കെ ഹ്യുനുവും പോകുന്നു. ഹെയ്നും ഇപ്പോൾ അവനെ ഫോളോ ചെയ്ത് വന്നിരിക്കുകയാണ്. നിനക്ക് എല്ലാ ഓർമ്മകളും നഷ്ടപ്പെടുകയാണെങ്കിൽ പോലും നിന്റെ സർജറി ഒക്കെ നന്നായി നടന്നാൽ മതി, നീയും ജീവനോട് തിരിച്ചു വന്നാൽ മതിയെന്നായിരുന്നു ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് ഹ്യുനുവും ഹെയ്നോട് പറയുന്നത്. ആ പള്ളിയുടെ വെളിയിലായിട്ട് പ്രാർത്ഥനകളൊക്കെ എഴുതിയിടുന്നൊരു സ്ഥലമുണ്ട്. ഹ്യുനുവും ഇവിടെ അതൊക്കെ എഴുതി ഇട്ടാലോ എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒരാവശ്യവും ഇല്ല എന്ന് പറഞ്ഞ് അവളും പിണങ്ങിപ്പോകുന്നു. നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഡോക്ടറെ കാണുവാനായിട്ട് പോകേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഹെയ്നോട് ഹിനുവു പറയുന്നുണ്ടെങ്കിലും അവളും ഇപ്പോൾ അവനെയും കൂട്ടിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അവര് ഹണിമൂണിന് വന്നൊരു സ്ഥലമായിരുന്നു അത്. അതിന്റെ അടുത്തായിട്ടൊരു ബാറൊക്കെ ഉണ്ടായിരുന്നു. അവരും അവിടെ വെച്ച് മദ്യപിച്ചതിന് ശേഷം അവനും മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് അധികം ക്യൂട്ടായിട്ട് ഇരിക്കരുതെന്നൊക്കെ അവൾ പറഞ്ഞ് വഴക്കുണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ ഇപ്പോൾ അവരും ഓർത്തു നോക്കുകയാണ്. അതും ക്യൂട്ടായിട്ടിരിക്കരുതെന്ന് അവന്റെ അടുത്ത് മാത്രമായിരുന്നില്ല, മറിച്ച് അവിടെ ഉണ്ടായിരുന്ന ഗേൾസിന്റെ അടുത്തും കൂടി ആയിരുന്നു അവളും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നും നമ്മൾ തിരിച്ചു പോയിട്ട് മൂണിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് അവൾ പറഞ്ഞതിന് ശേഷം ആ ഒരു ദിവസത്തെ മണവും അന്നത്തെ ചന്ദ്രനും അന്നത്തെ കാറ്റും എല്ലാം തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതാണ് ഓർമ്മകൾ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതെല്ലാം തന്നെ ഓർത്ത് ജീവിക്കുവാനായിട്ടുള്ള കൂടുതൽ ശക്തിയൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആ ഓർമ്മകളെല്ലാം തന്നെയാണ് ഞാനും എന്റെ ജീവിതവും. പക്ഷെ ഓർമ്മകളെല്ലാം തന്നെ ഇല്ലാതാക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം സാധാരണ ഒരു സ്ഥലമായിട്ടൊക്കെ എനിക്ക് തോന്നുകയാണെങ്കിൽ, നിന്നെയും ഒരു അപരിചിതനായിട്ടൊക്കെ ഞാൻ കാണുകയാണെങ്കിൽ പിന്നെ ഞാനായിരിക്കുകയില്ല അത്. അതുകൊണ്ടാണ് സർജറി വേണ്ട എന്നൊക്കെ ഞാനും നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നാണ് ഹെൻ പറയുന്നത്. മരിക്കുന്നിടം വരെ ഞാനായിട്ടിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവനും അവളോട് എന്ത് പറയണമെന്നറിയാത്ത ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു. ഇനി വ്യോംജനെ കാണിക്കുകയാണ്. വ്യോംജയും എന്തൊക്കെ ചെയ്താലും അപ്പോഴെല്ലാം തന്നെ കൗൺസിലറെ കുറിച്ചൊക്കെയാണ് ഓർക്കുന്നത്. ഞാൻ ഒരിക്കലും കൗൺസിലറെ കുറിച്ച് ഓർക്കുവാനേ പാടില്ല. എന്തായാലും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലേക്കൊക്കെ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയേക്കാമെന്നൊക്കെ വ്യോംജ വിചാരിക്കുന്നുണ്ടെങ്കിലും വ്യോംജയുടെ മനസ്സ് അവിടെ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യോംജയും ഇപ്പോൾ നേരെ കൗൺസിലറുടെ വീടിന് മുമ്പിലൊക്കെ പോയി നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോൾ സൂചോളും ആന്റി എന്താണ് ഇവിടെ ഉള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്കും ചെല്ലുകയാണ്.
സൂചോളിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് സൂചോളിനെ കാണുവാനായിട്ട് വന്നതാണെന്നും അഡ്രസ്സൊക്കെ തെറ്റിയാണ് ഇവിടെ നിൽക്കുന്നതെന്നുമായിരുന്നു ആന്റിയും സൂചോളിനോട് മറുപടി പറഞ്ഞത്. പക്ഷെ ഈ ഒരു സമയത്ത് കൗൺസിലറും അകത്തു നിന്നും വെളിയിലേക്കൊക്കെ ഇറങ്ങി വരുന്നു. നീ എന്നെ കാണുവാനായിട്ട് വന്നതാണോ എന്നൊക്കെ കൗൺസിലർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ചോദിക്കുമ്പോഴത്തേക്കും നിന്നെ കാണാനൊന്നും വന്നതല്ല, മറിച്ച് എന്നെ കാണുവാനായിട്ടാണ് എന്റെ ആന്റി വന്നതെന്നായിരുന്നു സൂചോൾ ഇടയ്ക്ക് കയറിയൊക്കെ പറയുന്നത്. നമുക്കൊരു ഗ്ലാസ് ടീ ഒക്കെ കുടിച്ചാലോ എന്നൊക്കെ അയാൾ ചോദിക്കുന്ന സമയത്താകട്ടെ ആന്റിക്കും ടീയൊക്കെ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ സൂചോളും അതൊന്നും സമ്മതിക്കാതെ ആന്റിനെ പറഞ്ഞു വിടുവാനായിട്ടൊക്കെ നോക്കുന്നു. ഈ ഒരു സമയത്ത് ആന്റിയും അതൊക്കെ തന്നെ എതിർത്തുകൊണ്ട് അയാളുടെ കൂടെ ഒന്നിച്ചിരുന്ന് ടീയൊക്കെ കുടിക്കുകയാണ്. ആന്റിക്ക് വേണ്ടി ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫുഡെല്ലാം തന്നെ അയാളും ഇപ്പോൾ നൽകുകയാണ്. അങ്ങനെ ആന്റിയും അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താകട്ടെ കൗൺസിലർ അധികം കാര്യങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ, കുറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണല്ലോ. പിന്നെ കൗൺസിലർക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നൊക്കെ കൗൺസിലറുടെ അടുത്തും സൂചോൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിനും പാട്ടൊക്കെ കേൾക്കുന്നതും ബുക്കൊക്കെ വായിക്കുന്നതുമായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ ഇരിക്കെ ഇതുപോലെയൊക്കെ ജീവിക്കുവാനാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്ന് സൂചോളും പറയുന്നു. അവനും അവന്റെ സ്വന്തം കാര്യം പറയുന്ന കൂടെ വ്യോംചയുടെ കാര്യം കൂടി ഇപ്പോൾ പറയുകയാണ്. വ്യോംച എന്നെ പോലെ ഒന്നും തന്നെയല്ല. വ്യോംച 10 മില്യണിൽ കൂടുതലുള്ള വിലയുടെ ബാഗുകൾ മാത്രമേ എപ്പോഴും കയ്യിൽ കരുതാറുള്ളൂ. വ്യോംചയുടെ കയ്യിലുള്ള ഒരു മോതിരമൊക്കെ വിൽക്കുകയാണെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് തന്നെ വാങ്ങുവാനായിട്ട് സാധിക്കും. വ്യോംചയുടെ കയ്യിൽ കിടക്കുന്ന ഈ ഒരു വാച്ചിനൊക്കെ 200 മില്യൺ ആണ് തുകയായിട്ടുള്ളതെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ടൊക്കെ കൗൺസിലർ പേടിക്കാതിരിക്കുവാനായിട്ട് വ്യോംചയും അവനോട് മിണ്ടാതിരിക്കുവാനായിട്ടൊക്കെ പറയുന്നു. ആരാ നിന്നോട് പറഞ്ഞത് എനിക്ക് ഇതുപോലത്തെ ലൈഫാണ് ഏറ്റവും ഇഷ്ടമെന്ന്? അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് നീ പറഞ്ഞ രീതിയിലുള്ള ലൈഫും ഒരുപാട് ഇഷ്ടമാണ്. ഫുഡൊക്കെ ബേക്ക് ചെയ്ത് അതും കഴിച്ചുകൊണ്ട് പാട്ടൊക്കെ കേൾക്കുന്നതും ബുക്കൊക്കെ വായിക്കുന്നതും ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും എന്താണെന്ന് പോലും അന്വേഷിക്കാതിരിക്കുന്നതും എല്ലാം തന്നെ എനിക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണെന്നാണ് വ്യോംചയും പറയുന്നത്. സൂചോളും പെട്ടെന്നൊരു കോളൊക്കെ വന്ന് വീട്ടിലേക്ക് പോവുകയാണ്. വ്യോംചയും പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നീ ഇനിയും വീട്ടിൽ വരണം, ഞാൻ ഇതുപോലെ ഫുഡൊക്കെ നിനക്ക് ബേക്കും ചെയ്ത് തരാമെന്ന് കൗൺസിലർ പറയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ വ്യോംചയും അവിടെ നിന്നും പോകുന്നു. ഹേന തിരിച്ച് വീട്ടിലേക്കൊക്കെ പോകുവാനായിട്ടായിരുന്നു ആഗ്രഹമെങ്കിൽ പോലും പ്രൊഫസർ നിനക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ട്, മാത്രമല്ല വീട്ടിലുള്ള ആളുകളും നിന്നെ വീഡിയോ കോൾ ചെയ്യുവാനായിട്ട് കാത്തിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ ഹ്യുനുവും ഹെയ്നോട് പറയുന്നു. സൂചോൾ വീട്ടിലെത്തി ഡാഹയെ കുറിച്ച് ചോദിക്കുമ്പോഴാകട്ടെ ഡാഹ ഈ കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്കൊക്കെ പോയതായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഹെയ്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹെയ്നും ഓപ്പറേഷനൊന്നും സമ്മതിക്കാതെ നിൽക്കുകയാണ്. നമ്മളും എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ ശരിയാക്കണമെന്നാണ് അച്ഛനും എല്ലാവരോടും പറയുന്നത്. നമുക്ക് അവളുടെ ഫീലിങ്സിലൊക്കെ തൊട്ട് കളിച്ചാലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളോട് നീ മരിക്കുകയാണെങ്കിൽ ഞാനും മരിക്കുമെന്നൊക്കെ പറയുമ്പോൾ അവളും സർജറിക്കൊക്കെ സമ്മതിക്കുമെന്നാണ് ഹിനുവിന്റെ അച്ഛൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അവളെ ശരിക്കും അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വല്ലതും അവളുടെ അടുത്ത് പറയുകയാണെങ്കിൽ പോയി മരിച്ചോ എന്ന് മാത്രമേ അവളും പറയുകയുള്ളൂ എന്നൊക്കെ സൂചിച്ചോളം അറിയിക്കുന്നു. എന്നാൽ നമുക്ക് ലോജിക്കൊക്കെ വെച്ചിട്ട് അവളോട് സംസാരിച്ചാലോ? അതായത് ഓരോരോ സന്ദർഭങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ നിരാശപ്പെട്ടു പോകാതെ മുന്നോട്ടൊക്കെ പോകണമല്ലോ. അത് ലൈഫിൽ ഓരോ കാര്യങ്ങളൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാലോ എന്നൊക്കെ ഹ്യുനുവിന്റെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും അത് നല്ല ഐഡിയ ആയിട്ടൊക്കെ സൂചിച്ചോളണം തോന്നുകയാണ്. ആദ്യം നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം, എന്നിട്ട് അവൾ സമ്മതിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അവളെ വഴക്ക് പറഞ്ഞിട്ട് നമുക്ക് തീരുമാനമൊക്കെ മാറ്റിക്കാമല്ലോ. അതായത് അവളെ ഞാനല്ല പ്രസവിച്ചതെങ്കിൽ പോലും ഞാൻ നിന്റെ അച്ഛനല്ലേ, ഞാനല്ലേ നിനക്ക് ജീവനൊക്കെ നൽകിയത്. അങ്ങനെയിരിക്കെ നീ ഈ ഒരു സർജറിക്കൊക്കെ സമ്മതിച്ച് നിന്റെ ജീവൻ തിരിച്ചു പിടിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ മരിക്കുവാനായിട്ട് നോക്കുകയല്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ നല്ല രീതിയിൽ വഴക്ക് പറയുവാനായിട്ടൊക്കെയാണ് സൂചോളം ആവശ്യപ്പെടുന്നത്. അതും കൂടി കേട്ടിട്ട് അവൾ ഒന്നും തന്നെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് മരിക്കാമെന്നും കൂടി അവസാനമായിട്ട് പറയണമെന്നൊക്കെ സൂചോൾ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ കോളും ചെയ്യുകയാണ്. അമ്മയും ലോജിക്കലായിട്ടൊക്കെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഹെയ്നെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അമ്മയ്ക്കും കരച്ചിലൊന്നും നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും അവളോട് സംസാരിക്കുവാനൊക്കെ പറയുന്നു. ആന്റിയും ഇപ്പോൾ ഹെയ്നോട് സംസാരിക്കുകയാണ്. നീ നല്ലൊരു രീതിയിൽ മാത്രമേ ഇതിനെ കാണാവൂ. നീ നിന്റെ നല്ല ഓർമ്മകൾ മാത്രമല്ല മോശപ്പെട്ട ഓർമ്മകളും ഇല്ലാതാക്കുകയാണ്. ജീവിതത്തിലുള്ള മോശപ്പെട്ട മെമ്മറീസ് എല്ലാം തന്നെ ഇല്ലാതാക്കുവാനാണ് ഞാനും കഷ്ടപ്പെട്ട് മദ്യമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിറ്റേ ദിവസമൊക്കെ ആക്കുമ്പോഴത്തേക്കും വീണ്ടും ആ ഒരു ഓർമ്മകളൊക്കെ എന്റെ ഉള്ളിലേക്ക് വരും. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നിനക്കിപ്പോൾ വലിയൊരു സൗഭാഗ്യമാണ് വന്നിട്ടുള്ളത്. നീ എന്തായാലും സർജറിക്കൊക്കെ സമ്മതിക്കണമെന്ന് ആന്റി പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അച്ഛനും ഹ്യുനുവിനോട് ഞാനായിരുന്നു നിന്റെ ഓർമ്മകൾ നഷ്ടപ്പെടുന്ന കാര്യമൊന്നും മുൻകൂട്ടി പറയേണ്ടെന്ന് പറഞ്ഞത്. നീ ഒരിക്കലും ഹ്യുനുവിന്റെ അടുത്ത് ദേഷ്യപ്പെടരുത്. നീ എങ്ങാനും സർജറിക്ക് സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് മാത്രമായിരുന്നു ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കും അച്ഛന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെയായിരിക്കും പെരുമാറുക എന്നൊക്കെയാണ് ഹെയ്നും അറിയിക്കുന്നത്. നിനക്കറിയുമോ, പാതിരാത്രി ഉറക്കളച്ചിരുന്ന് 100ഓളം ഹോസ്പിറ്റലിലേക്കൊക്കെ ആയിരുന്നു ഹ്യുനുവും മെയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ US ലും യൂറോപ്പിലുമൊക്കെ ഉള്ള ഹോസ്പിറ്റലുകളായിരുന്നു.
നിന്നെ രക്ഷിക്കണമെന്നത് മാത്രമായിരുന്നു അവന്റെ ദൗത്യം. അങ്ങനെ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു ഹോസ്പിറ്റലൊക്കെ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അവന്റെ കഷ്ടപ്പാടൊന്നും തന്നെ നീ ഇല്ലാതാക്കരുതെന്നും കൂടി അച്ഛൻ പറയുന്നു. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെയൊക്കെ ഒപ്പമുള്ള ഒരുപാട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആരെയും എനിക്ക് തിരിച്ചറിയുവാൻ പോലും സാധിക്കുകയില്ലല്ലോ എന്നൊക്കെ ഹെയ്ൻ പറഞ്ഞ് കരയുമ്പോഴത്തേക്കും അവരും പെട്ടെന്ന് തന്നെ ഫോണൊക്കെ മാറ്റി വെക്കുന്നു. യഥാർത്ഥത്തിൽ അവർ കോളൊക്കെ ഓഫാക്കിയെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഓഫായിട്ടുണ്ടായിരുന്നില്ല. അവളും ഒരു മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ. എന്തായാലും അവളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമൊക്കെ തോന്നുന്നു. എങ്ങനെയെങ്കിലും അവളെ സർജറിക്കൊന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പലരും സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഒന്നിച്ച് എല്ലാവരും കൂടി ഇരുന്ന് കരയുന്നതും എല്ലാം തന്നെ അവളും കേൾക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ അവൾക്കും കൂടുതലായിട്ടൊക്കെ വിഷമമാകുന്നു. ഡാഹയ് കുഞ്ഞിനെയും കൂടി നടക്കുമ്പോഴത്തേക്കും ഡാഹിനെ കാണുവാനായിട്ട് സ്യൊൽഹിയും എത്തുന്നു. നീ എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ടും എന്നോട് ക്ഷമയൊന്നും ചോദിക്കാതെ ഇരുന്നതൊക്കെ സ്യൊൽഹി ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് നിങ്ങളോട് ക്ഷമയൊന്നും ചോദിക്കുവാൻ ഉണ്ടായിരുന്നില്ല. എന്റെ ഫാമിലിയോട് മാത്രമാണ് എനിക്ക് ക്ഷമ ചോദിക്കുവാനായിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഡാഹയ് പറയുമ്പോഴത്തേക്കും നീ ഇവിടെ തന്നെ നിൽക്കുവാനായിട്ടൊന്നും പാടില്ല. നീ എന്റെ കൂടെ മടങ്ങി വരണം. അഥവാ ഇവിടെ നിൽക്കുവാനായിട്ടാണ് നീ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിനക്കും ബാക്കിയുള്ളവർക്കും അതൊക്കെ അപകടം വരുത്തുന്നതായിരിക്കുമെന്നൊക്കെ അവളും പറയുകയാണ്. നീ ജുൻഹോയുടെ അടുത്ത് നിന്നും ഒരു USB ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ എനിക്ക് താ. എന്നിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് നീ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോളാനൊക്കെ സൊൽഹി പറയുമ്പോഴത്തേക്കും അതുവഴി അമ്മയും നടന്നു വരുന്നു. ഞാൻ ഇവിടം വിട്ട് ഒരിടത്തേക്ക് പോവുകയില്ല. പിന്നെ USB അത് ഞാൻ പോലീസിനെയൊക്കെ ഏൽപ്പിക്കുവാനായിട്ട് പോകുകയാണെന്നൊക്കെ നഹി പറയുമ്പോഴത്തേക്കും അത് കേൾക്കുന്ന സ്യോൽഹിയും നീ എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത്? നിന്നെ ആ ഫാമിലിയിലുള്ള ആർക്കും തന്നെ ഇഷ്ടമില്ല. പോരാത്തതിന് ഈ കുഞ്ഞ് സൂചോളിൻ്റെത് പോലുമല്ല. അങ്ങനെ ഇരിക്കെ ആ ഫാമിലി നിന്നെയും കുഞ്ഞിനെയും ഏറ്റെടുക്കുമെന്നൊക്കെയാണോ നീ വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ സ്യോൽഹിയും അവളോട് ചോദിക്കുമ്പോഴത്തേക്കും അവൾ സംസാരിക്കുന്നതിനിടയിലേക്ക് ഹെയിന്റെ അമ്മ കൂടി എത്തുന്നു. ഡാഹയ ആരാണെങ്കിലും എന്താണെങ്കിലും അതൊന്നും തന്നെ ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. എന്റെ മകന് ഡാഹയനെ ഇഷ്ടമാണ്. ഡാഹയനെ പിരിഞ്ഞിരിക്കുവാൻ അവളിനെ കഴിയുകയുമില്ല. ഞങ്ങളും അവന്റെ ആ ഒരു തീരുമാനത്തോട് യോജിച്ചു നിൽക്കുകയാണെന്നൊക്കെ സോൽഹിയുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം കുഞ്ഞിനെയുമായിട്ട് അമ്മയും പോകുന്നു. ഹ്യുനുവും ഡോക്ടറിനോട് സംസാരിക്കുമ്പോഴത്തേക്കും സർജറി നടത്തണോ വേണ്ടിയോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷെ ഇപ്പോഴത്തെ റിസൾട്ട് ഒക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും എത്രയും വേഗം സർജറി ഒക്കെ നടത്തുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നീട്ടിയൊക്കെ വയ്ക്കുവാനായിട്ട് പോകുകയാണെങ്കിൽ ഒരു പക്ഷെ അത് ഫലപ്രദമായെന്ന് വരികയില്ല എന്ന് കൂടി ഡോക്ടറും ഹ്യുനുവിനെ അറിയിക്കുന്നു. ഹ്യുനുവും റൂമിലെത്തി ഹെയ്നെ നോക്കുമ്പോഴത്തേക്കും അവൾ റൂമിൽ ഉണ്ടായിരുന്നില്ല. അവളാകട്ടെ ഇപ്പോൾ ഒരു പള്ളിയിലൊക്കെയാണ് ഉള്ളത്. ഹ്യുനുവും അവൾ എവിടെ പോയെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവളെ അന്വേഷിച്ച് ഹോസ്പിറ്റലിൽ നിന്നും ഓടി ഇപ്പോൾ പള്ളിയിലേക്കൊക്കെ എത്തുകയാണ്. പക്ഷെ അവിടെയും അവളെ കാണാതായി കഴിയുമ്പോഴത്തേക്കും പ്രയറൊക്കെ എഴുതിയിട്ടിരുന്ന ആ ഒരു സ്ഥലത്തൊക്കെ അവൻ നോക്കുമ്പോഴത്തേക്കും കൂട്ടത്തില് കൊറിയനിൽ ഒരു എഴുത്തൊക്കെ കാണുകയാണ്. അപ്പോഴായിരുന്നു ഹെയ്നും അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ അവനും മനസ്സിലാക്കുന്നത്. നീ തന്ന ജീവനും പിന്നെ കുറെ അധികം നല്ല ഓർമ്മകളും മാത്രമാണ് എനിക്കിനി അവശേഷിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട്. അവരെ എനിക്ക് കണ്ടില്ലെന്ന് നടിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാതെ മറിച്ച് ഈ ഒരു ഓർമ്മകളെല്ലാം തന്നെ ഞാൻ മരിക്കുന്നത് വരെ കൂടെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നായിരുന്നു ഹെയ്നും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഹെയ്ൻ ഒറ്റയ്ക്കിരുന്ന് കരയുന്നതൊക്കെ കാണുന്ന ഹ്യുൻബോവും അവളുടെ അടുത്തേക്കൊക്കെ ചെല്ലുന്നു. അവനെ കണ്ട് കഴിയുമ്പോൾ തന്നെ അവനെ കെട്ടിപ്പിടിച്ച് അവളും കരയുന്നു. സർജറി കഴിഞ്ഞാൽ എനിക്ക് നിന്നെ തിരിച്ചറിയുവാൻ പോലും സാധിക്കുകയില്ല. നീ തികച്ചും ഒരു അപരിചിതനായി മാറുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിക്കണമെന്ന ആഗ്രഹമൊന്നും എന്റെ ഉള്ളിലേക്ക് നീ വരുത്താതെ ഇരിക്കണമെന്നൊക്കെ കരഞ്ഞുകൊണ്ട് ഹെയ്ൻ പറയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു സംഭവമൊക്കെ നടക്കുകയാണെങ്കിൽ പോലും നീ ആദ്യമായിട്ട് കണ്ണു തുറന്ന് കാണുന്നത് എന്നെയായിരിക്കും. നീ ഞാനുമായിട്ട് പ്രണയത്തിലുമാകും. ഞാൻ മദ്യപിക്കുന്നതൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ ക്യൂട്ടാണെന്നൊക്കെ നിനക്ക് തോന്നും. എന്നെ കാണുമ്പോൾ നിന്റെ ഹൃദയമൊക്കെ ഒരുപാട് ഇടിക്കും. നിനക്കെന്നെ വീണ്ടും സ്നേഹിക്കുവാനായിട്ടും സാധിക്കും. നീ എന്നെ സ്നേഹിക്കാതിരിക്കുകയാണെങ്കിലും നീ എന്നെ അവഗണിക്കുകയാണെങ്കിലും നിനക്കെന്നെ ഇഷ്ടമില്ലെങ്കിൽ പോലും ഞാൻ ഉറപ്പായിട്ട് നിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. ഈ ഒരു കാര്യമൊക്കെ ഞാൻ നിനക്ക് വാക്ക് നൽകാം. അതുകൊണ്ട് തന്നെ ഇനിയും മരിക്കണമെന്ന് നീ ആഗ്രഹിക്കരുത്. എനിക്കതൊക്കെ കാണുമ്പോൾ ഒരുപാട് പേടി തോന്നുന്നു. നീയും എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കണമെന്നൊക്കെ ഹെയ്ന്റെ അടുത്ത് ഹിനു പറയുകയാണ്. അത്രയൊക്കെ കേട്ടിട്ട് പോലും ഹെയ്നു സർജറിക്ക് തയ്യാറാണെന്ന് അവനോട് പറയുന്നില്ല. ഇനി അവളും ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഹ്യുനുവിനെ തന്നെ നോക്കിക്കൊണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഗേൾസ് എല്ലാം തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഇവനെ തന്നെ എല്ലാവരും നോക്കുന്നതെന്നൊക്കെ അവളും ഓർക്കുന്നു. പിന്നീട് അവനോട് നീ കോഫി ഒന്നും കുടിക്കാറില്ലാഞ്ഞിട്ട് പോലും ഇപ്പോൾ എന്തുകൊണ്ടാണ് എക്സ്പ്രസോ ഒക്കെ കുടിക്കുന്നത്? നീ വളരെ സ്മാർട്ടാണെന്നൊക്കെ കാണിക്കുവാനായിട്ടാണോ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുന്നത്? പിന്നെ നീയും മനഃപൂർവ്വമായിട്ട് നിന്റെ മസിൽസ് ഒക്കെ ബാക്കിയുള്ളവർ കാണുവാനായിട്ട് വെച്ചിരിക്കുന്നതല്ലേ ഇങ്ങനെ? ഹെയ്ൻ അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്തും അതേന്ന മറുപടിയൊക്കെ പറഞ്ഞിട്ട് ഹ്യുനു വീണ്ടും പത്രമൊക്കെ വായിക്കുന്നു. നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സിംഗിൾ ആണെന്നുള്ള രീതിയിലൊന്നും നീ ഇനി ഇരിക്കണ്ട.
മര്യാദയ്ക്ക് ഷർട്ടിന്റെ കൈയൊക്കെ താത്തിയിട്ടിട്ട് ഇരിക്കുവാനായിട്ടൊക്കെ അവളും അവനോട് പറയുകയാണ്. പക്ഷെ അവനും അതൊന്നും കാര്യമാക്കാതെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ വേസ്റ്റ് ആണെന്നൊക്കെ നീയും പറഞ്ഞിട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് അവനും ചോദിക്കുന്നത്. അതായത് അവൾക്ക് അസുഖമാണെന്നൊക്കെ ആദ്യം അവൾ അറിഞ്ഞ സമയത്തും പല പല സാധനങ്ങളും ഇനി ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയില്ലല്ലോ എന്നൊക്കെ ഓർത്തതിന് ശേഷം അവനാണ് ഏറ്റവും വലിയ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു നിമിഷത്തെക്കുറിച്ചാണ് ഇപ്പോൾ അവൻ ഉദ്ദേശിച്ചത്. അന്ന് ഉറങ്ങാതെ കിടന്നിട്ടുണ്ടായിരുന്ന അവനും അവനെ കളഞ്ഞിട്ട് പോകാനൊക്കെ വളരെ പ്രയാസമാണെന്ന് അവൾ പറഞ്ഞതിനെ കുറിച്ചും ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ പോലീസിനെയും കാണിക്കുകയാണ്. ബ്രോക്കറുടെ കേസൊക്കെ അന്വേഷിക്കുകയായിരുന്നു അവരും ഇപ്പോൾ പ്രതി എന്ന രീതിയിലേക്ക് ഒരു നിഗമനത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. അയാളുടെ ഫോട്ടോയും അവർ പരസ്പരം കാണിക്കുന്നു. ഓൺസിംഗും റെസ്റ്റോറന്റിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും ഹെയ്നും ഹ്യുനുവും ഒന്നിച്ചിരിക്കുന്നതൊക്കെ അവനും കാണുകയാണ്. ഇപ്പോൾ ഓഫീസിലെ എല്ലാവരും തന്നെ ഹെയ്നെ കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. ഹെയ്ന്റെ സർജറി ഒക്കെ കഴിഞ്ഞാൽ അവളും എല്ലാം ഭേദമായിട്ട് തിരിച്ചെത്തുന്നതായിരിക്കുമെന്നൊക്കെ സെക്രട്ടറിന പറയുമ്പോഴാകട്ടെ, നിലവിലുള്ള ഓഫീസൊക്കെ നോക്കുന്ന ആൾക്കാര് ഇവിടെയുള്ള സ്റ്റാഫ്സിന്റെ ഒന്നും തന്നെ ആരോഗ്യമൊന്നും നോക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന കോഫി മെഷീൻ പോലും അവർ എടുത്ത് മാറ്റിയിരിക്കുന്നു. മാത്രമല്ല, നിലവിലുള്ള ബോസിനെയൊക്കെ സഹിക്കുവാനായിട്ടും വളരെയധികം പാടാണെന്നുള്ള രീതിയിലാണ് ആളുകളും സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പോലും സെക്രട്ടറിക്കും അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവനും ഇപ്പോഴത്തെ മാനേജ്മെന്റിനൊക്കെ ഒരുപാട് ഇഷ്ടമല്ല എന്നൊക്കെ സെക്രട്ടറിനായും എടുത്തു ചോദിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് സംഭവിച്ചതെങ്കിൽ നീയും അവരെ സഹായിച്ചിട്ടൊക്കെ ഇല്ലായിരുന്നോ? അതുകൊണ്ട് തന്നെ നിനക്കും അതിന് പ്രതിഫലമൊക്കെ ലഭിച്ചില്ല എന്നൊക്കെ സെക്രട്ടറിനെ ചോദിക്കുമ്പോഴാകട്ടെ, ഹിനു വളരെ പാവമായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും എന്നോട് ക്ഷമിക്കുമായിരുന്നു. മാത്രമല്ല, എന്റെ അനിയന്റെ ട്യൂഷൻ ഫീസ് എല്ലാം തന്നെ അവനായിരുന്നു അടച്ചിട്ടുമുണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്കും ഹിനുവിന്റെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നു എന്നൊക്കെ സെക്രട്ടറിക്കും പറയുമ്പോൾ അത് വിഷമമല്ല, മറിച്ച് കുറ്റബോധമാണെന്നൊക്കെ ആയിരുന്നു സെക്രട്ടറിനായും അറിയിക്കുന്നത്. ഈ ഒരു സമയത്താണ് സെക്രട്ടറിക്കും ഒരു കോളൊക്കെ വരുന്നത്. ഇനി ഹിനുവിന്റെ ഫ്രണ്ട് ആകട്ടെ ബ്രോക്കർ മരിച്ചു എന്ന കാര്യമൊക്കെ ഹിനുവിനെയും കോൾ ചെയ്ത് അറിയിക്കുന്നു. വെറുതെ മരിച്ചതല്ല, കൊലപാതകമാണെന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പോലീസും ഒരാളെ സംശയിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അയാൾ ഉള്ളത് ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ നിന്നും അയാൾ മുങ്ങാതെയൊക്കെ നമ്മൾ നോക്കണം. മാത്രമല്ല, നമ്മളും അവരുടെ പോലീസിനോടൊക്കെ ഹെൽപ്പും കൂടി ചോദിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കൊറിയൻ പോലീസ് പറയുന്നത്. മീഡിയയും ഒരു കാരണവശാലും ഇതിനെക്കുറിച്ച് അറിയരുതെന്നൊക്കെ പ്രത്യേകമായിട്ട് പറയുന്നു. സോൽഹി ഇപ്പോൾ ഗ്രേസ്കോയോട് സംസാരിക്കുകയാണ്. ഞാൻ ദാഹേനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ ഇത്രയ്ക്ക് മണ്ടിയാണെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. അവൾ പാവമല്ലേ, കുറെ സഹായമൊക്കെ ചെയ്തതല്ലേ, അവളെങ്ങ് വിട്ടുകളഞ്ഞേക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ അവളുടെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം തോന്നി. അതുകൊണ്ട് തന്നെ അവൾ എവിടെയാണ് ഉള്ളതെന്ന കാര്യം എല്ലാം തന്നെ ഞാൻ ചുനുഹനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് സ്യോൽഹി പറയുന്നത്. നിങ്ങൾ ജർമ്മനിയിലേക്കും കുറെ ആളുകളൊക്കെ അയച്ചിട്ടില്ലായിരുന്നോ? അതെന്തിനായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത്? അവിടെയും ആരുടെയെങ്കിലും കാര്യമൊക്കെ നോക്കുവാനായിട്ടായിരുന്നോ എന്നൊക്കെ ഇപ്പോൾ സ്യോൽഹിയുടെ അടുത്ത് ഗ്രേസ്കോ ചോദിക്കുകയാണ്. ഗ്രേസ്കോയോട് എന്താണ് കാര്യമെന്ന് പറയുന്നില്ലെങ്കിൽ പോലും അവരിനി തിരിച്ചു വരികയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള പണം എല്ലാം തന്നെ കൊടുത്തേക്കുവാനായിട്ടും അവർക്ക് താമസിക്കുവാനായിട്ട് മറ്റൊരു സ്ഥലം ഏർപ്പാടാക്കുവാനായിട്ടും സ്യോൽഹിയും പറയുന്നു. ഇത് ഹിനുവിനിട്ടും ഹെയ്നിട്ടുമുള്ള ഒരു കൊട്ടേഷൻ ആണെന്നുള്ള കാര്യമൊക്കെ ഗ്രേസ്കോയ്ക്കും മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല, തിരിച്ചു വരേണ്ടെന്നൊക്കെയാണല്ലോ അവരോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സംഭവം കുറച്ച് സീരിയസ് ആണെന്ന് ഗ്രേസ്കോ മനസ്സിലാക്കിയതിനു ശേഷം ഈ ഒരു വിവരമൊക്കെ അവരെ വിളിച്ച് പറയണമെന്ന് കൂടി ആലോചിക്കുകയാണ്. സോൽഹി നൽകിയിട്ടുണ്ടായിരുന്ന പണത്തിന്റെ ഒക്കെ കണക്ക് നോക്കുന്ന അവൾക്കും ഒരു കാര്യങ്ങളും ആരെയും അറിയിക്കരുതെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഒടുവിലായിട്ട് അവളും ഇപ്പോൾ ഹ്യുനുവിനെ കോൾ ചെയ്യുകയാണ്. ഗ്രേസ്കോ ആകട്ടെ ഹ്യുനുവിനെ കോൾ ചെയ്തതിനു ശേഷം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്, ഒരു പ്രശ്നവുമില്ലല്ലോ, എന്നാൽ ശരി വെച്ചേക്കാമെന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞ് കോളും കട്ട് ചെയ്യുകയാണ്. ഗ്രേസ്കോ അങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും അവനും എന്തോ ഒരു സംശയമൊക്കെ തോന്നിയിട്ട് പെട്ടെന്ന് തന്നെ ഹെയ്നെ അന്വേഷിച്ചു പോകുന്നു. അതായത് ഹെയ്നെ കാറിൽ ഇരുത്തിയതിനു ശേഷം ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു അവനും. ഇപ്പോൾ കാറിന്റെ അടുത്തേക്കൊക്കെ അവൻ നടക്കുമ്പോഴാകട്ടെ പെട്ടെന്ന് വലിയൊരു വണ്ടിയൊക്കെ വന്നിട്ട് ആ കാറിനിട്ടും ഇടിക്കുന്നു. ഒരു നിമിഷത്തേക്ക് അവൻ ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഹെയ്ൻ കാറിലാണല്ലോ ഉള്ളത് എന്നൊക്കെ ഓർക്കുന്ന അവനും പെട്ടെന്ന് തന്നെ ഓടി വന്ന് ആ ഒരു കാറൊക്കെ തുറക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ കാറ് തുറക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവനും ആ ഒരു കാറിന്റെ ചില്ലിട്ട് ഇടിച്ചിടിച്ച് ആ ചില്ല് പൊട്ടിക്കുവാനായിട്ടും ശ്രമിക്കുകയാണ്. കാറിന്റെ താഴെയായിട്ടൊക്കെ തീപിടുത്തം പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലും ശ്രദ്ധിക്കാതെയാണ് അവനും ചില്ലൊക്കെ പൊട്ടിച്ചിട്ട് അകത്തേക്ക് നോക്കുന്നത്. പക്ഷെ അകത്ത് ഹെയ്ൻ ഉണ്ടായിരുന്നില്ല. മറിച്ച് ഹെയ്ൻ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവനും ഹെയ്നെ കണ്ടു കഴിയുമ്പോഴത്തേക്കുമാണ് ഒന്ന് സമാധാനമെങ്കിലും ആകുന്നത്. നീ കാറിന്റെ അകത്തുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഹ്യുനു വരുമ്പോഴത്തേക്കും ഞാൻ അകത്തുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ചില്ലൊക്കെ തകർക്കുകയാണ് ചെയ്യേണ്ടത്. അത് നിന്റെ കൈ കൊണ്ടൊക്കെയാണ് തകർക്കുവാനായിട്ട് നോക്കുന്നത്. നിനക്കെന്താ ഒട്ടും തന്നെ ബോധമില്ല എന്നൊക്കെയാണ് ഹ്യുനുവിനോട് ഹെയ്നും ചോദിക്കുന്നത്. നീ മരിച്ചുവെന്നായിരുന്നു ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹ്യുനു പറഞ്ഞ് കരയുമ്പോഴത്തേക്കും ഹെയ്നും അവനെ സമാധാനിപ്പിക്കുകയാണ്. ഇപ്പോഴാകട്ടെ രണ്ടുപേരും ഹോസ്പിറ്റലിലാണ് ഉള്ളത്. നീ എപ്പോഴാണ് പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ
ഹ്യുനു ചോദിക്കുമ്പോഴാകട്ടെ ശരിക്കും ഭാഗ്യം എന്റെ കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനാകട്ടെ ആ ഭാഗ്യമൊക്കെ തരുന്ന ആളെ കണ്ടിട്ടുണ്ടായിരുന്നു. അയാളെ കണ്ട് അയാളോട് സംസാരിക്കുവാനായിട്ട് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. മാത്രമല്ല അയാളും ഇത്തവണ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് ഭാഗ്യമുണ്ട് എന്ന അർത്ഥമുള്ള ആ ഒരു ഇലകളാണ് എന്ന കാര്യമൊക്കെ ഹ്യുൻവുനെയും അവൾ കാണിച്ചു കൊടുക്കുന്നു. ഇത് കുറെ പണമൊക്കെ കൊടുത്താണ് ഞാൻ വാങ്ങിച്ചതെങ്കിൽ പോലും ഇതാണ് എന്റെ ജീവൻ രക്ഷിച്ചതെന്നൊക്കെ അവളും അറിയിക്കുന്നു. ഞാൻ മരിച്ചാലും നീ ഇങ്ങനെയൊക്കെ കരയുമോ എന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും കരയുമെന്ന മറുപടിയൊക്കെ അവനും കൊടുക്കുകയാണ്. ആളുകൾക്ക് നിന്നെ ഹഗ് ചെയ്യുവാൻ തോന്നിക്കുന്ന രീതിയിലാണ് നീ പെരുമാറുന്നത്. നീയും നിന്റെ ഷർട്ടിന്റെ കൈയൊക്കെ ചുരുട്ടി വെക്കുന്ന സമയത്ത് കണ്ടാൽ സെക്സി ആയിട്ട് തോന്നും. നീ മദ്യപിച്ച് കഴിയുമ്പോൾ ക്യൂട്ടായിട്ട് തോന്നും. നീ കരയുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ആളുകൾക്ക് നിന്നെ ഹഗ് ചെയ്യുവാനായിട്ട് തോന്നും. ഇത്രയേറെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പെൺകുട്ടികളും നിനക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നതായിരിക്കും. അതൊരിക്കലും എനിക്ക് സഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാനും സർജറിക്ക് തയ്യാറാണ്. എന്റെ ചില ഓർമ്മകൾ മാത്രമാണോ ഇല്ലാതായി പോകുക, അതോ ഞാൻ ആരാണെന്ന് പോലും എനിക്ക് അറിയാതെ ആകുമോ എന്ന കാര്യമൊന്നും എനിക്ക് അറിയുകയില്ല. എങ്കിൽ പോലും എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. നീ ഇനി ഒരിക്കലും കരയരുത്. നിന്നെ ഒരിക്കലും കരയിക്കുകയില്ല എന്നൊക്കെ ഞാൻ വാക്ക് നൽകിയത് കൊണ്ടായിരുന്നല്ലോ നീ എന്നെ വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഉറപ്പായിട്ടും ആ ഒരു വാക്ക് പാലിക്കുമെന്നാണ് അവൾ പറയുന്നത്. നിന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നിന്നെ നഷ്ടപ്പെടുകയില്ല. ഞാൻ ഉറപ്പായിട്ടും നിന്റെ ഒപ്പം ഉണ്ടാക്കും. നിനക്കും എന്നെ വിശ്വസിക്കാമെന്നൊക്കെ അവനും തിരിച്ച് അവളോടും പറയുന്നു. ചേട്ടനും ചേച്ചിയും കൂടി ചേർന്നിട്ട് ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ ഒരു തർക്കമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതായത് താഴത്തെ നില ആർക്ക് വേണമെന്ന കാര്യത്തില്. സോ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുവാനായിട്ട് ഇപ്പോൾ ചേട്ടനും ചേച്ചിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. ചേച്ചിയും ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് തീരുമാനിച്ച കാര്യമൊക്കെ ഇപ്പോൾ ചേട്ടനെയും അറിയിക്കുന്നു. അതായത് ചേച്ചിയുടെ ഹസ്ബൻഡ് വിദേശത്തെ ഡോക്ടറേറ്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എന്നാണ് അവന്റെ ഡോക്ടറേറ്റ് ഒക്കെ തീരുക എന്ന കാര്യം അറിയിക്കുകയില്ല. മാത്രമല്ല ഞാൻ എന്റെ മകനെയും അവന്റെ കൂടെയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവരാരും എന്നെ മിസ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഹ്യുൻവു തരുന്ന പണവും കൊണ്ട് ജീവിക്കാനായിട്ടൊന്നും സാധിക്കുകയില്ല. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് പണമൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് ഡിവോഴ്സ് ചെയ്തേ മതിയാകൂ എന്നൊക്കെ ചേച്ചി പറയുമ്പോഴത്തേക്കും ചേട്ടനും അതിനുള്ള ഒരു കാരണമൊക്കെ ചോദിക്കുകയാണ്. ചേച്ചി പാതിരാത്രിയിൽ ഹസ്ബൻഡിനെ കോൾ ചെയ്തപ്പോഴത്തേക്കും ഒരു സ്ത്രീയായിരുന്നു ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ ചേച്ചി പറയുന്നത്. ഫോൺ എടുത്ത ആ സ്ത്രീ ആകട്ടെ ഇംഗ്ലീഷിലൊക്കെ ആയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഹസ്ബൻഡ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ അവർ ചോദിച്ച സമയത്ത് ഞാനും സുഖമായിട്ടിരിക്കുന്നു എന്ന മറുപടിയൊക്കെ ആയിരുന്നു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് പെട്ടെന്ന് ഇംഗ്ലീഷൊക്കെ കേട്ടപ്പോഴത്തേക്കും ആ രണ്ട് വാക്ക് പറയുവാൻ മാത്രമേ ചേച്ചിക്ക് സാധിച്ചുള്ളൂ. ചേച്ചി ആ ഒരു കാര്യങ്ങളൊക്കെ ചേട്ടന്റെ അടുത്ത് പറയുമ്പോഴാകട്ടെ അവൻ എന്തായാലും ഒരു ബുദ്ധിമാനാണ്. അതുകൊണ്ടല്ലേ നിനക്ക് ഇംഗ്ലീഷ് അറിയുകയില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ തന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ചേട്ടനും ചോദിക്കുന്നത്. ചേച്ചിയുടെ ആ ഒരു അവസ്ഥയൊക്കെ കാണുന്ന ചേട്ടനും നീ തന്നെ ആ ബിൽഡിംഗ് എടുത്തോളാനൊക്കെ ചേച്ചിയോടും പറയുകയാണ്. ഇപ്പോൾ കടയിലേക്കൊക്കെ ആൾക്കാർ എത്തുമ്പോഴത്തേക്കും സൂചികളായിരുന്നു കടയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അവനും ഇതിനു മുമ്പ് സിഒ ആയിട്ടൊക്കെ ഒരു കടയിൽ ഇരുന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് അവരുടെ അടുത്തും പറയുന്നത്. അങ്ങനെ ഇരിക്കാണ് സൂചികളിന് ഒരു ഐഡിയ ഒക്കെ തോന്നുന്നത്. ആ നാട്ടിൽ ഒന്നും തന്നെ കിട്ടാത്ത രീതിയിലുള്ള ഒരു ഞണ്ടൊക്കെ വെളിയിൽ നിന്നും കൊണ്ടുവന്നതിന് ശേഷം ആ ഞണ്ട് ഉപയോഗിച്ചുകൊണ്ട് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചേട്ടനും. മാത്രമല്ല അതൊക്കെ വളരെയധികം വില കുറച്ചായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കാണുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു. അവരും അറിയാവുന്ന പലരെയും കോൾ ചെയ്ത് വരുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുകയുമാണ്. അയൽവാസിയുടെ പണമല്ല വലുത്, മറിച്ച് സ്നേഹമാണെന്ന് പറയുന്ന ഒരു ബുക്കൊക്കെ ഞാൻ എഴുതുവാനായിട്ട് പോകുകയാണ്. അതിനോടനുബന്ധിച്ചാണ് ഇതുപോലത്തെ ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് വേണ്ടിയും ചെയ്തു തരുന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് വേണം എനിക്കും ബുക്ക് എഴുതുവാന്നൊക്കെ അവനും പറയുകയാണ്. വില കൂടിയ രീതിയിലുള്ള പല സാധനങ്ങളും അവന് നൂഡിൽസിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാകട്ടെ കടയിൽ നിറയെ വലിയൊരു ആൾക്കൂട്ടം തന്നെയാണ് ഉള്ളതും. അച്ഛനും ഇപ്പോൾ തിരിച്ച് കടയിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഞെട്ടിപ്പോകുന്നു. നമ്മുടെ കടയിലുള്ള നൂഡിൽസ് എല്ലാം തന്നെ തീർന്നിരിക്കുകയാണ് കേട്ടോ. ഇത്രയ്ക്ക് വലിയ ഹിറ്റാവും ഈ പരിപാടി എന്നൊന്നും ഞാൻ വിചാരിച്ചതേയില്ല. ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് 3-4 ട്രിപ്പ് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാവരും ലഞ്ചും ഡിന്നറും എല്ലാം തന്നെ ഒറ്റയിരുപ്പിന് കഴിച്ചു തീർത്തിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നതെന്നൊക്കെ സൂചകൾ പറയുമ്പോഴാകട്ടെ അച്ഛൻ സന്തോഷിക്കുന്നതിന് പകരമായിട്ട് ദേഷ്യപ്പെടുന്നതായിരുന്നു അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. വില കൂടിയ ഞണ്ടിന്റെ ഒപ്പം തന്നെ പല പല സാധനങ്ങളൊക്കെ നീയും ആഡ് ചെയ്തിട്ടില്ലായിരുന്നോ? അങ്ങനെ ഇരിക്കെ ഇത്രത്തോളം വിലയൊക്കെ കുറച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ സംഭവിക്കുക എന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പോഴാകട്ടെ ഇതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെന്നാണ് സൂചോളം പറയുന്നത്. അത് കേൾക്കുമ്പോൾ ആയിരുന്നു അച്ഛൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹ്യുനുവിന്റെ അച്ഛനും ഓർക്കുന്നത്.
അതായത് ഒരു ട്രിപ്പൊക്കെ കഴിയുമ്പോഴത്തേക്കും വേസ്റ്റ് എല്ലാം കൂടി കൂട്ടിക്കെട്ടി ഒരു ബാഗിലാക്കി അതൊക്കെ ഉപേക്ഷിച്ചു പോകുകയില്ലേ, അതുപോലത്തെ ഒരു ചിന്തയൊക്കെയാണ് സൂചോളിനെ ഇവിടെ നിർത്തുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇവനെ ഒരുപാട് കുറ്റബോധത്തോടു കൂടി തന്നെയാണ് ഞാനും ഇവിടെ നിർത്തിയിട്ട് പോകുന്നതെന്നൊക്കെ ആയിരുന്നല്ലോ അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അച്ഛനും അതൊരു മുന്നറിയിപ്പായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന കാര്യം ഹിനുവിന്റെ അച്ഛനും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ ഇവിടെ ശരിക്കും എന്താ പ്ലാൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വില കൂടിയ സാധനങ്ങളുടെ കൂടെ നൂഡിൽസും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ ആ ഒരു വിഭവത്തിന് തന്നെ വില കൂടിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ നൂഡിൽസിൽ നിന്നും വലിയ ലാഭമൊന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും നമ്മളും ഈ ഒരു ഡിഷൊക്കെ കൊണ്ട് ഇവിടെ വലിയധികം പണമൊക്കെ സമ്പാദിക്കുവാനായിട്ട് പോകുകയാണെന്നൊക്കെ സുചോൾ പറയുമ്പോഴാകട്ടെ, ശരിക്കും ഏറ്റവും കൂടുതൽ വില ഉണ്ടായിരുന്ന ഒരു നൂഡിൽസ് ആണ് നീയും ആ ഫുഡിന്റെ കൂടെ എടുത്തു കൊടുത്തതെന്ന കാര്യമൊക്കെ അച്ഛനും പറയുകയാണ്. അതായത് അവനും നൂഡിൽസിന് വില കുറവാണെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നല്ലോ നൂഡിൽസ് വാരിക്കോരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അവൻ മേടിച്ച ഞെണ്ടിനേക്കാളും വിലയുണ്ടായിരുന്നു ആ നൂഡിൽസിന്. കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ടു പോയെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്തതിനു ശേഷം അവനും കടയിൽ നിന്നും സ്വയം രാജിവെച്ചൊക്കെ പോന്നിട്ടുണ്ടായിരുന്നു. നീ ഇവിടെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നിർത്ത്, നമുക്ക് തിരിച്ച് സോളിലേക്കൊക്കെ പോകാമെന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവനും പുതിയ ഐഡിയ ഒക്കെ ആയിട്ടാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ നിൽക്കാമെന്നതാണ് അവന്റെ തീരുമാനം. ജുൻഹോയും ഇപ്പോൾ ഡഹനെ കോൾ ചെയ്തിരിക്കുകയാണ്. അതായത് ഡാഹി പോരുന്ന സമയത്ത് അവന്റെ പാസ്പോർട്ടൊക്കെ അടിച്ചു മാറ്റിയിട്ടായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ കൊറിയയിൽ വരികയില്ല എന്നൊക്കെയാണ് നീ വിചാരിച്ചതെങ്കിൽ പോലും ഞാൻ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. പിന്നെ സോൽഹിയും നീ ഇപ്പോൾ ഉള്ളത് ഹ്യുനുവിന്റെ വീട്ടിലൊക്കെയാണെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കൊറിയയിൽ എത്തുകയാണെങ്കിൽ ആദ്യം വരിക അവിടെ ആയിരിക്കും എന്നൊക്കെ ചുൻഹോ പറയുന്ന സമയത്താകട്ടെ, ഞാനും നീ ഇവിടെ വരാതിരിക്കുവാൻ എന്ത് ചെയ്യുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ ഡാഹയും മറുപടി നൽകുന്നു. ഇത് കേൾക്കുന്ന അയാൾ പറയുന്ന സ്ഥലത്തേക്കൊക്കെ മോഷ്ടിച്ച എല്ലാ സാധനങ്ങളുമായിട്ട് എത്തുവാനായിട്ടും പറയുകയാണ്. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഓർക്കുന്ന ഡാഹയും നാളെ നമുക്ക് അമ്യൂസ്മെന്റ് പാർക്ക് വരെ പോകാമെന്നൊക്കെ സൂചോളിന്റെ അടുത്തും പറയുന്നു. അങ്ങനെ സൂചോളിനെയും കൂട്ടിക്കൊണ്ട് അവളും അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് എത്തുന്നു. അവരും ഒരുപാട് സന്തോഷിച്ച് ഒരുപാട് എൻജോയ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അവളും അവർ ഒന്നിച്ചുള്ള ഓരോ നിമിഷങ്ങളും ഫോട്ടോസ് ഒക്കെ എടുത്തു വെക്കുന്നു. ഇനി കോഫിയൊക്കെ മേടിച്ചുകൊണ്ട് വരാമോ എന്ന് സൂചോളിന്റെ അടുത്ത് അവൾ ചോദിക്കുന്ന സമയത്താകട്ടെ, അവൾക്ക് തണുക്കാതെ ഇരിക്കുവാനായിട്ട് അവളുടെ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് കൊടുക്കുകയും അവളെ ചെറിയൊരു രീതിയിലുള്ള ഷോളൊക്കെ പുതപ്പിക്കുകയും ചെയ്തതിന് ശേഷം കോഫിയൊക്കെ മേടിക്കുവാനായിട്ട് സൂചോളം പോകുകയാണ്. പക്ഷെ അവളും ആകെ വിഷമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവളും ഇപ്പോൾ മകനെയുമായിട്ട് പോകുന്നു. സൂചോൾ കോഫിയുമായിട്ട് മടങ്ങിയെത്തുമ്പോഴത്തേക്കും അവിടെ ഡാഹയും ഉണ്ടായിരുന്നില്ല. അവളെ കോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഫോൺ ഓഫ് ആണെന്നും കൂടി കാണുന്ന അവനും ആകെ നിരാശപ്പെട്ട് അതിലെയും ഇതിലെയും എല്ലാം തന്നെ അവളുടെ പേരും വിളിച്ചുകൊണ്ടൊക്കെ ഓടുന്നു. പക്ഷേ അവൾ തന്നെ വിട്ടു പോയെന്ന കാര്യമൊക്കെ അവനും മനസ്സിലാക്കിയിരിക്കുകയാണ്. ഡാഹയും ഇപ്പോൾ അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്ന് പോകാറായിരിക്കുന്ന സമയത്ത് ഒരു അനൗൺസ്മെന്റും അവൾ കേൾക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടികളെയൊക്കെ കാണാതെ പോകുന്ന സമയത്താണ് ആ ഒരു അനൗൺസ്മെന്റ് ഒക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആകട്ടെ സൂചോൾ അന്വേഷിക്കുന്നത് സൂചോളിന്റെ വൈഫിനെയൊക്കെ ആണല്ലോ. അങ്ങനെ ഇരിക്കുക വൈഫും എത്രയും വേഗം ആ ഒരു സ്ഥലത്തേക്കൊക്കെ വരണമെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും അത് കേൾക്കുന്ന പലരും അവിടെ ഇരുന്ന് സൂചോളിനെയൊക്കെ കളിയാക്കുന്നു. അതായത് കുട്ടികളൊന്നും അല്ലല്ലോ, വലിയ ആളുകളല്ലേ അവരും. അതുകൊണ്ട് തന്നെ ഡാഹൈ നീ പോകരുത്, ഇനി മുതൽ ഞാൻ നന്നായിക്കോളാം, ഞാൻ നിനക്ക് വാക്ക് നൽകാം, നീ തിരിച്ചു വരണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊക്കെ സംസാരിക്കുന്ന സൂചോളുടെ വാക്കുകളൊക്കെ കേൾക്കുന്ന അവരാകട്ടെ അവനെ അവന്റെ വൈഫ് ഉപേക്ഷിച്ചിട്ട് പോയെന്നൊക്കെയാണ് തോന്നുന്നത്. അവൻ വളരെ പൊട്ടനാണെന്നൊക്കെ തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം അവന്റെ വൈഫ് അവനെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നെന്നൊക്കെ അവർ പറയുന്നതും ഇപ്പോൾ ഡാഹൈ കേൾക്കുകയാണ്. എന്റെ ഹസ്ബൻഡ് ഒരു പൊട്ടനൊന്നും അല്ല, അവൻ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡാഹയും ഇപ്പോൾ അവന്റെ അടുത്തേക്കൊക്കെ ഓടി എത്തുകയാണ്. ഡാഹയിനെ കാണുമ്പോൾ അവനും ഒരുപാട് സന്തോഷമാകുന്നു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഹെയിനും ഓരോരോ സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഹ്യുനുവിന്റെ ഒപ്പം ഒന്നിച്ച് ഈ ഒരു സ്ഥലങ്ങളിലൂടെ എല്ലാം തന്നെ വന്നത് അവളും ഓർക്കുന്നു. അങ്ങനെ ഇരിക്കെ ആരതോ അവളും മരിച്ചുപോയ അവളുടെ ചേട്ടനെയൊക്കെ വഴിയിലൂടെയും കാണുന്നത്. അവനും ഇപ്പോൾ ആകട്ടെ അവൾക്ക് ഒരു ബൈ ഒക്കെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് പോകുന്നു. ഓപ്പറേഷനൊക്കെ നടക്കുന്നതിന്റെ തലേദിവസമാകട്ടെ ഇന്നും കൂടിയേ ഈ ഒരു ഓർമ്മകളൊക്കെ എന്റെ ഒപ്പം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിനക്ക് എന്നോട് പറയുവാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീ ഇപ്പോൾ തന്നെ പറഞ്ഞോ. നാളെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നതായിരിക്കും എന്നൊക്കെ ഹെയിനും പറയുകയാണ്. ഏത് രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിനക്ക് കേൾക്കേണ്ടതെന്ന് ഹിനു ചോദിക്കുമ്പോഴാകട്ടെ, നിനക്ക് ഏതെങ്കിലും സമയത്ത് ഒരുപാട് വേദനിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സമയത്ത് എന്നോട് കുറ്റമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തെ ഓർമ്മകളാണ് തനിക്കിപ്പോൾ കേൾക്കേണ്ടതെന്നായിരുന്നു അവളും പറയുന്നത്. ഹ്യുനുവും ആദ്യം ഒന്നും തന്നെ പറയുവാനായിട്ട് തയ്യാറാകുന്നില്ല എങ്കിൽ പോലും ഹെയ്നും ഒരുപാട് നിർബന്ധിച്ച് കഴിയുമ്പോഴത്തേക്കും അവനും ഓരോരോ കാര്യങ്ങളൊക്കെ പറയുവാനായിട്ട് തുടങ്ങുന്നു. നിന്റെ മനസ്സ് എപ്പോഴും മാറിക്കൊണ്ടൊക്കെയിരിക്കും, അതൊരു കുറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ആനിവേഴ്സറിക്ക് എല്ലാ കാലത്തും ഓർത്തിരിക്കുവാനായിട്ട് നീ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ടാക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചപ്പോൾ നീ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. അതേസമയം ഞാൻ ഒന്നും ചെയ്യാതിരുന്ന സമയത്തും നീ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ
ഞാന് എന്താണ് ചെയ്യേണ്ടതെന്നാണ് നീ ശരിക്കും ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്നോ, നീ എന്താണ് ആഗ്രഹിക്കുന്നതെന്നോ എനിക്ക് അറിയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഹ്യുനുവോ പറയുമ്പോഴത്തേക്കും ഹെയ്നും ആകെ ദേഷ്യപ്പെടുകയാണ്. ഹെയ്ൻ ദേഷ്യപ്പെടുന്ന കാര്യമൊക്കെ ഹ്യുനുവോ പറയുമ്പോഴത്തേക്കും അവളും ദേഷ്യപ്പെടുകയല്ല. ഞാൻ മര്യാദയ്ക്ക് നീ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് വീണ്ടും തർക്കിക്കുന്നു. ഈ ഒരു സമയത്താകട്ടെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുവെന്നായിരുന്നു ഹ്യുനുവും പറയുന്നത്. മനസ്സിൽ തോന്നുന്ന ഏതൊരു കാര്യവും ഇപ്പോൾ പറഞ്ഞോളാനൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് അവനും അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഹെയ്നും സർജറിയൊക്കെ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചല്ലോ. ആ ഒരു കാര്യത്തിൽ ഹിനുവിന് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നീ സ്വയം വേദനിപ്പിക്കാനൊന്നും ശ്രമിക്കരുത്. എപ്പോഴും എന്റെ ഒപ്പം തന്നെ നീയും ഉണ്ടായിരിക്കണമെന്നൊക്കെ അവനും അവളോട് പറയുകയാണ്. നമുക്ക് പല പല ട്രിപ്സിന് പോകാം. ഒരുമിച്ച് നടക്കാം. ഒന്നിച്ച് വഴക്കുണ്ടാക്കുകയും പിന്നീട് വഴക്കൊക്കെ മാറ്റുകയും ചെയ്യാം. നമുക്ക് സാധാരണ രീതിയിൽ ആളുകൾ ചെയ്യുന്ന പല പല കാര്യങ്ങളും ചെയ്തിട്ട് മുന്നോട്ടും ഒരുപാട് വർഷങ്ങളൊക്കെ ജീവിക്കാമെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ന് തന്നെ ഞാൻ ഇതൊക്കെ മറന്നു പോകുമല്ലോ എന്നാണ് അവളും പറയുന്നത്. നീ മറന്നു പോയാലും കുഴപ്പമില്ല. നാളെയും ഞാൻ ഇതൊക്കെ പറയാം. എല്ലാ ദിവസവും ഞാൻ ഇതെല്ലാം തന്നെ പറയാമെന്നൊക്കെ അവനും പറയുന്നു. ഹെയ്നും ഇപ്പോൾ അവൻ ഒരു ബുക്കൊക്കെ നൽകുകയാണ്. അതായത് തന്നെ കൊണ്ട് ഓർത്തെടുക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള പല പല കാര്യങ്ങളും അവൾ ആ ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് താൻ ജീവിച്ചതെന്ന കാര്യമൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ഈ ബുക്ക് തന്നെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഹ്യുനുവിന്റെ അടുത്തും ഹെയ്ൻ പറയുന്നത്. പക്ഷെ ഇങ്ങനൊരു ബുക്ക് എഴുതിയ കാര്യം പോലും ഒരു പക്ഷെ അവൾ ഓർത്തിരുന്നു എന്ന് വരികയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബുക്കും അവനെ തന്നെ അവൾ ഏൽപ്പിക്കുന്നു. മാത്രമല്ല അവനോട് ആ ബുക്ക് തുറന്നു നോക്കരുതെന്നും അതില് ഒരു മാറ്റം പോലും വരുത്തുവാനായിട്ട് പാടില്ല എന്നും പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷെ സർജറിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും നീ എനിക്ക് വായിച്ച് കേൾപ്പിക്കണം. അങ്ങനെ അതൊക്കെ കേട്ട് വേണം ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കുവാൻ എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവനും അതെല്ലാം തന്നെ സമ്മതിച്ചു കൊടുക്കുന്നു. അങ്ങനെ അന്നത്തെ ദിവസം അവർ ഒന്നിച്ചു കിടന്നുറങ്ങുകയാണ്. ഹേന്റെ സർജറിയൊക്കെ നടക്കുന്ന സമയമായിരിക്കുകയാണ്. ഹ്യുനുവിന്റെ അച്ഛനും അമ്മയും ഇപ്പോൾ വളരെയധികം ടെൻഷനോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഹൈന്റെ അച്ഛനാകട്ടെ ഇപ്പോൾ അമ്മയുടെയും ആന്റിയുടെയും അടുത്ത് വന്നതിന് ശേഷം അവരുടെ വീട്ടില് ഒരൊച്ചയ്ക്ക ഉണ്ടായിരുന്നല്ലോ. അതിപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയിക്കുകയാണ്. ആ ഒരു ഒച്ചക്ക മരിച്ചു പോകുമെന്നായിരുന്നല്ലോ അവർ വിചാരിച്ചിട്ടുമുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴും അത് ജീവനോടെ ഉള്ളത് കൊണ്ട് തന്നെ അത് നല്ലൊരു സൂചനയായിട്ടാണ് അവർ കാണുന്നതും. ഹെയ്നെ സർജറിക്ക് കയറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ ഹെയ്നും ഹ്യുനുവിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് അവൾ കണ്ണു തുറക്കുന്ന സമയത്ത് ഹ്യുനുവിനെ വേണം ആദ്യമായിട്ട് കാണുവാൻ. കണ്ണു തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഇതുവരെ ഒരു ഓർമ്മയും ഇല്ലാതെ ആയിരിക്കുമല്ലോ അവളും കണ്ണു തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണോ തന്റെ മുമ്പിൽ ആദ്യമുള്ളത് അവരെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുക. ഞാൻ തിരിച്ചെത്തുമ്പോഴത്തേക്കും എനിക്ക് നീ ആരാണെന്ന് ഓർമ്മയില്ലെങ്കിൽ പോലും നീയും എന്നെ ഒരിക്കലും വിട്ടേച്ചൊന്നും പോയേക്കരുതെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവനും കൂടെ തന്നെ ഉണ്ടാകുമെന്നൊക്കെ അവൾക്കും വാക്ക് നൽകുന്നു. ഹ്യുനുവും ഇപ്പോൾ ഒരുപാട് ടെൻഷനോട് കൂടിയും അതുപോലെ തന്നെ സങ്കടത്തോടു കൂടിയുമാണ് അവിടെ ഇരിക്കുന്നത് പോലും. അങ്ങനെ ഇരിക്കെയാണ് ഹെയ്ന്റെ സർജറിക്ക് അവസാനിച്ചെന്ന കാര്യമൊക്കെ ഹ്യുനുവും മനസ്സിലാക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് തന്നെ കുറച്ച് പോലീസൊക്കെ അവിടെ എത്തിയതിനു ശേഷം ബ്രോക്കറുടെ മരണത്തിൽ ഹ്യുനുവരെയാണ് സംശയിക്കുന്നതെന്ന കാര്യമൊക്കെ തുറന്നു പറയുന്നു. ഇതിൽ എന്തോ ഒരു തെറ്റിദ്ധാരണയൊക്കെ സംഭവിച്ചിരിക്കുന്നു. എന്റെ ഭാര്യയുടെ സർജറി ഒക്കെ നടക്കുകയാണ്. അങ്ങനെയിരിക്കെ ഒരു 30 മിനിറ്റ് സമയം എനിക്ക് നൽകണമെന്നൊക്കെ അവൻ ആ പോലീസുകാരോടൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരും അതൊന്നും തന്നെ കൂട്ടാക്കാതെ അവനെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ടായിരുന്നു ശ്രമിക്കുന്നത്. അതേ സമയത്ത് അവിടെ എത്തുന്ന ഉൻസിങ്ങിനെ കൂടി കണ്ട് കഴിയുമ്പോഴത്തേക്കുമാണ് എല്ലാം തന്നെ അവന്റെ പ്ലാനിങ് ആയിരുന്നു എന്ന കാര്യം ഹിനുവും മനസ്സിലാക്കുന്നത്. നീ ഇവിടെ ഇല്ല എന്ന വിഷമമൊന്നും നിന്റെ ഉള്ളിൽ വേണ്ട. ഇനിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാനാകട്ടെ എന്റെ പെണ്ണിനെ ഒരു ക്രിമിനലിന്റെ അടുത്ത് നിന്നും രക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉൻസിങ് ഇപ്പോൾ ഹ്യുനുവിനോട് പറയുകയാണ്. ഹെയ്നെയും ഓപ്പറേഷൻ റൂമിൽ നിന്നും ഇറക്കുന്നതൊക്കെ ഹ്യുനുവും കാണുന്നു. എങ്കിൽ പോലും പോലീസ് എല്ലാം തന്നെ അവനെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സർജറിയുടെ കാര്യമൊക്കെ എന്തായെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഹ്യുനുവിന്റെ വീട്ടുകാരാകട്ടെ ഇപ്പോൾ ഹ്യുനുവിനെ അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ വാർത്ത വഴിയും അറിഞ്ഞിരിക്കുന്നു. ഹ്യുനുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വാർത്തയെല്ലാം തന്നെ ഹെയ്ന്റെ ഫാമിലിയും അറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹെയ്ന്റെ ഒപ്പം ഇപ്പോൾ ആരാണ് ഉണ്ടായിരിക്കുക എന്നൊക്കെ അവരും സംശയിക്കുന്നു. ഹ്യുനുവ് കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്പറിലൊക്കെ ഇപ്പോൾ അച്ഛനും വിളിച്ചു നോക്കുകയാണ്. അച്ഛന്റെ അടുത്ത് ഉൻസിങ്ങും സംസാരിക്കുന്നു. സർജറിയൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു എന്നും ഇപ്പോൾ ഹെയ്ന്റെ ഒപ്പം താൻ ഉണ്ട് എന്നുമുള്ള കാര്യമൊക്കെ ഉൻസിങ് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എത്രയും വേഗം ഞങ്ങളും അങ്ങോട്ടേക്ക് എത്തുന്നതായിരിക്കുമെന്ന് അച്ഛനും പറയുകയാണ്. പക്ഷെ ഉണിസിങ്ങും അവർക്ക് വെളിയിലേക്ക് പോകുവാൻ സാധിക്കാത്ത രീതിയിലുള്ള എല്ലാ പരിപാടിയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവരും ചില അഴിമതികളും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഇപ്പോൾ അന്വേഷണമൊക്കെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും തന്നെ വിദേശത്തേക്ക് യാത്ര ചെയ്യുവാനുള്ള അനുമതിയൊന്നുമില്ല. ഹെയ്ന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം. ഇനി ഞങ്ങളും അധികം വൈകാതെ കൊറിയയിലേക്ക് എത്തുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഉണിസിങ്ങും കോളൊക്കെ കട്ട് ചെയ്യുന്നു. ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന ഹ്യുനുവുമായിട്ടുള്ള ഓരോരോ നിമിഷങ്ങളായിട്ട് ഹെയ്ന്റെ ഓർമ്മയിൽ നിന്നും ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഹെയ്ൻ ഇപ്പോൾ കണ്ണു തുറന്നിരിക്കുന്നു. ഹെയ്ൻ കാണുന്നത് മുൻസിങ്ങിനെയാണ്. മുൻസിങ് ആകട്ടെ, നിനക്ക് ഇപ്പോൾ ഒരു സർജറി ഒക്കെ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നീ ആരാണെന്നുള്ള ഓർമ്മ പോലും ഇപ്പോൾ നിനക്ക് ഉണ്ടാവുകയില്ല. എങ്കിൽ പോലും ഓപ്പറേഷന് മുമ്പായിട്ട് നിന്റെ ഒപ്പം ഞാൻ ഉണ്ടായിരിക്കണമെന്ന് നീ എന്നോട് പറഞ്ഞതാണ്. ഞാൻ നിനക്ക് വാക്ക് നൽകിയതാണ്. അതുകൊണ്ടാണ് നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ മുൻസിങ്ങും പറയുന്നു. അവളും ആദ്യം പറഞ്ഞ വാക്ക് ഹ്യുനുവോ എന്നതായിരുന്നു. ഇനി പോലീസ് സ്റ്റേഷനിലുള്ള ഹ്യുനുവിനെയും കാണിക്കുന്നു. ഞാൻ ഹിനുവോ ഒന്നുമല്ല. എന്റെ പേര് ഉൻസിങ് എന്നാണ്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ട് ഡേറ്റ് ചെയ്യുന്നവരായിരുന്നു. പിന്നീട് നമുക്ക് പിരിയേണ്ടതായിട്ട് വന്നു. എങ്കിൽ പോലും നമ്മുടെ സ്നേഹം എന്നും നിലനിന്നു. നീ വിവാഹം കഴിച്ച നിന്റെ മുൻ ഭർത്താവാണ് ഹിൻവു. മാത്രമല്ല അവന് നിന്നെ ചതിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിനക്ക് അവനെ ഡിവോഴ്സ് ചെയ്യേണ്ടതായിട്ടും വന്നു. ഡിവോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവൻ നിന്നെ സ്റ്റോക്ക് ചെയ്ത് ഇവിടെ ജർമ്മനി വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനാകട്ടെ ഒരു കൊലപാതകമൊക്കെ ചെയ്ത പ്രതി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് മോനെ പിടിച്ചോണ്ടൊക്കെ പോയി. നിന്നെ അവൻ ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ പേരൊന്നും മറക്കുവാൻ സാധിക്കാതെ പോയത്. സാരമില്ല, നീ ഇപ്പോൾ റെസ്റ്റ് ഒക്കെ എടുക്കുവാനായിട്ട് പറഞ്ഞ് ഓൺസിംഗും അവിടെ നിന്നും ഡോക്ടറിനെ വിളിക്കാനായിട്ടൊക്കെ പോവുകയാണ്. ഇനി പോലീസ് സ്റ്റേഷനിലുള്ള ഹിനുവും ജനലിന് വെളിയിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും മഞ്ഞൊക്കെ വീഴുന്ന കാഴ്ചയായിരുന്നു അവനും കാണുന്നത്. മഞ്ഞൊക്കെ വീഴുന്ന സമയത്ത് തന്റെ ഫസ്റ്റ് ലവ് ട്രൂ ആയി മാറുമെന്നൊരു വിശ്വാസമൊക്കെ തനിക്കുണ്ട് എന്ന് നേരത്തെ അവൾ നഖത്തില് ഡൈ ഒക്കെ ചെയ്ത സമയത്ത് അവനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മഞ്ഞൊക്കെ കാണുന്ന അവനും അതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നു. ഹെയ്ൻ കണ്ണൊക്കെ തുറന്നിട്ടുണ്ടാകും. പക്ഷെ അവളെ കാണുവാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ ഹിനുവും വിഷമിക്കുകയാണ്. ഹെയ്നും മഞ്ഞൊക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് അവളുടെ നഖത്തില് പെയിന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് അവളും ശ്രദ്ധിക്കുന്നത്. പക്ഷെ അപ്പോൾ ഹെയ്നും ഒരുപാട് വേദനയൊക്കെ തോന്നുന്നു. അതൊരിക്കലും ഓപ്പറേഷൻ മൂലമുണ്ടായ ഒരു വേദനയൊന്നും ആയിരുന്നില്ല. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയാതെ അവളും ഇരിക്കുന്നു. അതേസമയം ഹ്യുനുവും ഇപ്പോൾ കരയുകയൊക്കെയാണ്. തലേദിവസം രാത്രിയാകട്ടെ ഹ്യുനുവിന്റെ അടുത്ത് നീ എങ്ങനെ ആയിരുന്നു പഠിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർത്തിരുന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹെയ്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് മെമ്മറി ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ ഹെയ്ൻ ചോദിച്ച സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും മറ്റുമൊക്കെ ആവർത്തിച്ച് അവനും മനസ്സിലൊക്കെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാണ് ഇത്രയ്ക്ക് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനായിട്ടുള്ള കഴിവൊക്കെ തനിക്ക് ലഭിച്ചതെന്നാണ് ഹ്യുനുവും അന്ന് ഹെയ്നോട് പറഞ്ഞത്. അതൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഹെയ്നാകട്ടെ ഓപ്പറേഷനൊക്കെ കേറ്റുന്നതിന് മുമ്പ് മുതലേ ഹ്യുനുവിന്റെ പേരൊക്കെ മനസ്സിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടും ഇരുന്നു. അങ്ങനെ പറഞ്ഞ് ഈ ഒരു പേര് മാത്രം നീ ഒരിക്കലും മറക്കരുതെന്നൊക്കെ അവളും മനസ്സിനെ ഓർമ്മപ്പെടുത്തി. അങ്ങനെ ആയിരുന്നു പിന്നീട് കണ്ണ് തുറന്ന സമയത്തും അവൾക്ക് ഹ്യുനുവിന്റെ പേരൊക്കെ ഓർമ്മയുണ്ടായിരുന്നത്. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡൊക്കെ അവസാനിക്കുന്നത്.